ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വിഷയം കാലാണ്. അതെ, കാലാണ് ഇന്നത്തെ വിഷയം. കാലൊരു വലിയ പ്രശ്നം തന്നെയാണേ, അല്ലേ? വൃത്തിയുള്ള കാല് പണ്ട് തൊട്ടേ എൻ്റെ വീക്ക്നെസ്സാ. ഇപ്പം എൻ്റെ കാലിരിക്കുന്ന കണ്ടില്ലേ? നഖമൊക്കെ നീണ്ട് സൺടാനാണ് ആ കാണുന്നത്. അതായത് നമ്മുടെ ചെരുപ്പ് ഇടുന്ന ഭാഗത്ത് കളർ വേറെ, ചെരുപ്പ് ഇല്ലാത്ത ഭാഗത്ത് വേറെ കളർ. അങ്ങനെയൊക്കെ ആയിപ്പോയി. ഒരു മാസമായി നെയിൽ പോളിഷ് ഇട്ടിട്ട്. ഒരു മാസമല്ല, ഒരു മാസത്തിൽ കൂടുതലായി. അപ്പം ഇന്ന് ഇതൊക്കെ മാറ്റാൻ പോവാണ്. ഇത് മാറ്റി എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്യുന്ന കാലിൻ്റെ ഒരു കെയർ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനെ പെഡിക്യൂർ എന്നൊക്കെ വിളിക്കാവോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ മുഴുവൻ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു കാര്യമാണ്. പക്ഷെ ഉറപ്പായിട്ടും ചേഞ്ചസ് ഉണ്ടാവും. കാരണം നമ്മൾ വൃത്തിയാക്കുവാണല്ലോ, ഉറപ്പായിട്ടും വൃത്തിയാവും. ഇത് നഖമൊക്കെ നീണ്ട് നഖത്തിൻ്റെ ഇടയിലൊക്കെ ചെളിയൊക്കെ കാണും. ഇപ്പം ഞാൻ നെയിൽ പോളിഷ് മായ്ക്കാൻ പോവാണ്. ദേ ഈ റിമൂവർ വെച്ചാണ് മായ്ക്കുന്നത്. ടിഷ്യൂ ഇതിന് 20 രൂപ എന്തോ ഉള്ളൂ. നമുക്ക് ഓൺലൈനിലും കിട്ടും, കടയിലും കിട്ടും. അപ്പം ദേ ഞാൻ നെയിൽ പോളിഷ് മായ്ച്ചു. ഇതാണ് കോലം. എത്ര നഖം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞപ്പം. ഇനി ഇത് നമുക്ക് ഒന്ന് നീറ്റാക്കി എടുക്കണം. നഖമൊക്കെ മുറിക്കണം. അതിന് മുമ്പേ കുറച്ച് കലാപരിപാടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരുടെ വീട്ടിലെയും കാണുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. നഖം നീണ്ട് നഖത്തിൻ്റെ ഇടയിൽ ഇതേ ചെളിയും കയറി ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ കാലിപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ പാർലറിലൊന്നും പോകാതെ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയാണ് നീറ്റാക്കി എടുക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പുള്ള കുറച്ച് ഷോയാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപാടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ദോശയും ചമ്മന്തിയുമാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇപ്പോൾ കാലിന് ഇത്രയൊക്കെ കെയർ കൊടുത്ത് കാല് വെളുപ്പിക്കാം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതിൽ നമുക്ക് ഡേർട്ടൊക്കെ ഉള്ളത് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ കാല് തന്നെയായിരിക്കുമല്ലോ അവിടെ ഉണ്ടാകുന്നത്, മാറ്റാനൊന്നും പറ്റില്ല. അത്രയ്ക്കുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ദോശ കഴിച്ചിട്ട് ഞാൻ കുറച്ച് വാട്ടർമെലൺ കൂടി കഴിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഞാൻ മിക്കവാറും ഇത് കഴിക്കാറുണ്ട്. കിട്ടുന്ന സമയത്തൊക്കെ ഞാനിത് കഴിക്കാറുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇനി പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുന്നില്ല. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ലെമണാണ്. ഒരു ലെമൺ ഫുള്ളായിട്ട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ബേക്കിംഗ് സോഡ. സോഡാപ്പൊടിയാണ് വേണ്ടത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് ഞാനത് എടുത്തു. പിന്നെ ഷാംപൂ, ഏതെങ്കിലും ഒരു ഷാംപൂ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഷാംപൂ നമുക്ക് എടുക്കാം. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ബ്രഷ്. ഈ ബ്രഷിൻ്റെ കോലം കണ്ട് ആരും സങ്കടപ്പെടേണ്ട, ഇതിങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ റോസ് വാട്ടറിൻ്റെ അഭാവത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബീട്രൂട്ട് ക്യൂബ്സ് ആണ്. ABC ജ്യൂസ് ഉണ്ടാക്കി വെച്ച ക്യൂബ്സ് ആയിരുന്നു ഇത്. ഇത് നമുക്ക് ലെമൺ സ്ക്വീസ് ചെയ്ത് ഈ ബക്കറ്റിലേക്ക് ഒഴിക്കാം. നമ്മൾ കാല് മുക്കി വെക്കാൻ പോകുന്നത് ഈ ബക്കറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് ലെമൺ ഇതിലേക്ക് സ്ക്വീസ് ചെയ്തെടുക്കാം. 2 ലെമണും ഫുള്ളായിട്ട് സ്ക്വീസ് ചെയ്തതിൻ്റെ ജ്യൂസ് ഫുള്ള് എടുക്കുന്നുണ്ട്. ഈ ലെമൺ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലെമൺ നാച്ചുറലായിട്ടുള്ള ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. നമ്മുടെ ക്യൂട്ടിക്കിൾസ് ഒക്കെ ക്ലീൻ ചെയ്യും. മാത്രമല്ല നമ്മുടെ നെയിൽസ് ക്ലീൻ ആൻഡ് സോഫ്റ്റൻ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തതായിട്ട് ABC ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് വെച്ച 2 ക്യൂബ്സാണ് ആഡ് ചെയ്യുന്നത്. റോസ് വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. റോസ് വാട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ചുമ്മാ അങ്ങ് ആ കളറൊന്ന് മാറാൻ വേണ്ടി ആഡ് ചെയ്തെന്നുള്ളൂ. ഇനി ഷാംപൂ ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഷാംപൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. അടുത്തതായിട്ട് സോഡാപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ എനിക്കിന്ന് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അത് കേട്ടോണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നു കുറേ സമയത്തേക്ക്. അടുത്തതായിട്ട് ഉപ്പ്, സോൾട്ടാണ് ഇടുന്നത്. നോർമൽ നമ്മൾ എടുക്കുന്ന സോൾട്ട് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. സോൾട്ട് നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കും. പിന്നെ മാത്രമല്ല ബാക്ടീരിയാസും ഫംഗസും ഒക്കെ കില്ല് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു ഐറ്റമാണ് ഉപ്പ്. അടുത്തത് നമുക്ക് ഒരു നെയിൽ കട്ടർ ആവശ്യമാണ്. നമ്മുടെ കാലിലൊക്കെ നെയിൽസ് ഇതുപോലെ ഗ്രോ ആയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി നെയിൽ കട്ടർ അത്യാവശ്യമാണ്. അപ്പോൾ നെയിൽസൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം കാല് ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഈ ബക്കറ്റ് അല്ലാതെ വേറെ ഇത്തിരി പരന്നിട്ടുള്ള
ഒരു പാത്രമാണ് നല്ലത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബക്കറ്റിലാണ് സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നത്. സ്ഥിരമായിട്ടൊന്നും ചെയ്യാറില്ല, 5-6 മാസം കൂടുമ്പോഴൊക്കെ ചെയ്യുന്നത്. മാസത്തിലൊന്ന് ചെയ്യേണ്ടി വരും, എന്നാലാണ് ഇതിന് നല്ലൊരു റിസൾട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ കാലിങ്ങനെ മുക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുകയോ എന്തെങ്കിലും വീഡിയോസ് കാണുകയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം, കാരണം സമയം പോകണമല്ലോ. അപ്പോൾ 3 to 5 മിനിറ്റ്സ് ഇങ്ങനെ നിങ്ങൾ കാല് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കാല് നല്ല സോഫ്റ്റനാവും, നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. ഇനി അടുത്ത് നമ്മുടെ ആയുധം എടുക്കുക, അതായത് ബ്രഷ് എടുത്ത് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കഴുകുക. ഇങ്ങനെ നന്നായിട്ടല്ല, ഇതിലും നന്നായിട്ട്, കാരണം എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ട് അത്ര നന്നായിട്ട് തേക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ എടുത്തതിന് ശേഷമുള്ളൊരു സ്റ്റേജാണിത്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ടുണ്ട്. നെയിൽസിൻ്റെ എല്ലാ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഡേർട്ടൊക്കെ പോയി നീറ്റ് ആൻഡ് ക്ലീനായ ലെഗ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് സമയമെടുത്ത് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ കാല് നല്ല നീറ്റായി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് ഇടാം. നെയിൽ പോളിഷ് ഇടുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഈ ക്ലിയർ കോട്ടിങ് കൊടുക്കാറുണ്ട് നമ്മുടെ നെയിൽസിൽ. നമ്മുടെ നെയിൽ പോളിഷ് ഇപ്പോൾ ഡാർക്ക് കളർ ആണെങ്കിൽ കളേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ നെയിൽസ് ആകെ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടിങ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ കോട്ടിങ് ഇടുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ കോട്ടിങ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും വാങ്ങിക്കാം. ഇതിപ്പോൾ ഡാസ്ലറിൻ്റെ ആണ്. അപ്പോൾ അടുത്തതായിട്ട് ഈ 2 നെയിൽ പോളിഷസാണ് ഞാൻ ഇടാൻ വേണ്ടി എടുത്തത്. ഇത് 2 കൂടി ഇടാനല്ല, ഇതിൽ ഏതെങ്കിലും ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആലോചിച്ച് ഞാൻ ഈ ബ്ലൂ മാതിരി ഇരിക്കണ, ബ്ലൂ അല്ല, ലാവൻഡർ കളർ സെലക്ട് ചെയ്തു, അപ്ലൈ ചെയ്തു. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. അങ്ങനെ ഇരുന്ന കാല് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? നീറ്റായില്ലേ? നിങ്ങൾ തന്നെ നോക്കൂ ഡിഫറൻസ്. വീഡിയോയുടെ ഫസ്റ്റ് പോയി ഒന്ന് നോക്കൂ, ലാസ്റ്റ് വന്ന് നോക്കൂ. അപ്പോൾ ഇത്രയുള്ള കാര്യം, നമുക്ക് നമ്മുടെ കാല് വീട്ടിൽ തന്നെ ഇതുപോലെ സിമ്പിളായി കുറഞ്ഞ സമയം കൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇനി കുറച്ച് ഷോ ആകാം അല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.